Hi friends, ഞാൻ തങ്കച്ചൻ റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് റോഡിലെ കുഴികളും അതിൽ വീണ് മരിക്കുന്ന ആളുകളുടെ ആ ഒരു ദയനീയ സാഹചര്യങ്ങളുമാണ്. ഈ ഒരു റോഡിൻ്റെ നിർമ്മിതിയിൽ, അതിൻ്റെ ഡിസൈനിൽ, അതുകൂടാതെ അതിൻ്റെ മെയിൻ്റനൻസിൽ എന്തെങ്കിലും തരത്തിൽ പാകപ്പിഴകൾ ഉണ്ടായാൽ അതിനെതിരെ നടപടി എടുക്കുന്നതിലേക്കായിട്ട് മോട്ടോർ വാഹന നിയമത്തിൽ സെക്ഷൻ 198A(2) പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത കുഴികൾ, ആ കുഴിയിൽ വീണ് ദാരുണമായിട്ട് മൃത്യുവരിക്കുന്ന ആളുകൾ, നമ്മുടെ ഈ റോഡുകളുടെ ഇത്രമാത്രം ശോചനീയമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമായിട്ട് പഴിക്കുന്നത് മഴയെ തന്നെയാണ്. എന്നാലും എത്രമാത്രം മഴ പെയ്താലും അല്ലെങ്കിൽ ഈ മഴ കാരണമായാലും ഇത്രമാത്രം ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഈ റോഡുകൾ വരണമോ എന്നുള്ളതാണ് ഇന്ന് സാധാരണ ജനം ചിന്തിക്കുന്നത്. അപ്പോൾ ഈ റോഡുകളുടെ നിർമ്മിതികളിൽ, അതിൻ്റെ ഡിസൈനിൽ, അതിൻ്റെ മെയിൻ്റനൻസിൽ ധാരാളം പാകപ്പിഴകൾ ഉണ്ടെന്ന് തന്നെ സമ്മതിക്കാതെ വയ്യ. ഇവിടെ ഏതെങ്കിലും കാരണവശാൽ ഈ റോഡിൻ്റെ ഡിസൈനിലോ അതിൻ്റെ നിർമ്മിതിയിലോ അതിൻ്റെ മെയിൻ്റനൻസിലോ പാകപ്പിഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺട്രാക്ടർ ആണെങ്കിലോ സബ് കോൺട്രാക്ടർ ആണെങ്കിലോ അതിൻ്റെ കൺസൾട്ടൻസ് ആണെങ്കിലോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലോ ഇങ്ങനെ ഈ പാകപ്പിഴകൾ കണ്ടുപിടിക്കപ്പെട്ടാൽ അവരിൽ നിന്ന് പിഴ ഈടാക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ ആ പിഴ വെറും 1 ലക്ഷം രൂപയിലാണ് ഒതുക്കിയിരിക്കുന്നത്. ഈ പിഴ അടയ്ക്കേണ്ടത് മോട്ടോർ ആക്സിഡൻറ്റ് ഫണ്ട്, നമ്മുടെ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 164B പ്രകാരം ഒരു മോട്ടോർ ആക്സിഡൻറ്റ് ഫണ്ട് അത് രൂപീകരിക്കാനായിട്ട് നിർദ്ദേശമുണ്ട്. ആ ഫണ്ടിലേക്കാണ് ഈ 1 ലക്ഷം രൂപ അടയ്ക്കപ്പെടുന്നത്. ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് തന്നെ ഇങ്ങനെ ഈ പറയുന്ന അപകടങ്ങളിൽ പെട്ട് മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ പണം വിനിയോഗിക്കേണ്ടത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നെടുമ്പാശ്ശേരിക്കടുത്ത് ഒരു കുഴിയിൽ വീണ, ഒരു സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ ഒരു വ്യക്തിയുടെ ദാരുണമായിട്ടുള്ള അപകട മരണം, അത് കോടതികൾ വളരെ ശ്രദ്ധാപൂർവം അത് കൈകാര്യം ചെയ്യുകയും ഇന്ന് നമ്മുടെ റോഡുകളിലെ കുഴികളെല്ലാം, കേരളത്തിലെ റോഡുകളിലെ കുഴികളെല്ലാം ഒരാഴ്ചയ്ക്കകം അത് മൂടിയിരിക്കണം എന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കോടതി അത്രമാത്രം ഗൗരവമായിട്ട് ഈ വിഷയത്തെ കണക്കിലെടുത്തിരിക്കുന്നു. പക്ഷേ നമ്മുടെ പഴയകാല അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് റോഡ് സുരക്ഷ സംബന്ധിച്ച് കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ എത്രമാത്രം നിസ്സാരമായിട്ടാണ് നമ്മുടെ നഗരസഭയോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ കണക്ക് കൂട്ടിയിട്ടുള്ളതെന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് റോഡിൻ്റെ അരികിലുള്ള കൊടിതോരണങ്ങളെല്ലാം നീക്കം ചെയ്യണമെന്ന് 2021 നവംബറിൽ അൾട്ടിമേറ്റം കൊടുത്തതാണ്. അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഈ നെടുമ്പാശ്ശേരിയിൽ മരണപ്പെട്ട ഈ പാവം മനുഷ്യൻ ഈ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണത് മറ്റൊരു വാഹനത്തിൻ്റെ അടിയിലേക്കാണ്. അങ്ങനെ ആ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയാണ് അദ്ദേഹം മരണപ്പെടാൻ ഇടയായത്. ഇവിടെയും ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് മാത്രമായിട്ടാണ് ഇവിടെ പരിഗണിക്കാനായിട്ട് സാധിക്കുക. ഇന്നും പോലീസിന് ആ വാഹനം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് ആരെങ്കിലും ഒരു മരണത്തിനിടയാവുകയും ആ വാഹനം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് അവരുടെ ചികിത്സയ്ക്കാണെങ്കിലോ അവരുടെ കോമ്പൻസേഷൻ ആണെങ്കിലോ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണെങ്കിലോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടാണ് ഈ മോട്ടോർ ആക്സിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ ഉണ്ടാകുന്ന കോമ്പൻസേഷൻ അത് ഈ സെക്ഷൻ 198A പ്രകാരം ഉള്ള ഈ പിഴയിൽ നിന്നും ഈ മോട്ടോർ ആക്സിഡൻറ്റ് ഫണ്ടിൽ ലഭിച്ചിട്ടുള്ള അതുപ്രകാരം അദ്ദേഹത്തിന് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരോ അടയ്ക്കേണ്ട പിഴ എന്ന് പറയുന്നത്, ഈ 1 ലക്ഷം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഈ റോഡ് നിർമ്മിതിക്കായിട്ട് ഇടപെടുന്ന ഈ കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അത് ഈ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണം എന്നുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണെന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കുഴികളെല്ലാം രൂപപ്പെട്ട് മരണം സംഭവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ. പക്ഷേ ഇവിടെ 102 കോടി രൂപയുടെ അഴിമതി കണ്ടുപിടിക്കപ്പെട്ട് അതിനെതിരെ 2020 ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ വിചാരണയ്ക്കുള്ള ഒരു അനുമതി ഇന്നുവരെ CBIക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ റോഡുകളുടെ ഈ കെടുകാര്യസ്ഥതയും അഴിമതിയും എല്ലാം. ഇവിടെ ഒരു കേസെടുത്താൽ പോലും അതിൻ്റെ ഭാവി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു കാര്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.